തീരമോ തരംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയമുരളികയോ തീരമോ തരംഗമോ രാഗസാഗരമോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ എണീച്ചത് അപ്പം തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഞാൻ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരു ബെഡ്ഷീറ്റായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് പുതിയത് വിരിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഇത്ര സാധനമൊക്കെ മതി. ഇപ്പോൾ ഞാൻ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊരു ഡോളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു പ്രഹസനം ഇരുന്നോട്ടെന്ന് പറഞ്ഞത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നുണ്ടായിരുന്നു ഇടിയപ്പം, നൂലപ്പം അങ്ങനെയൊക്കെ പറയില്ല, അതും പിന്നെ കടലക്കറിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ റൂമിൽ വന്നപ്പോൾ ആണെങ്കിൽ റൂമിൽ എൻ്റെ സ്കൂട്ടിയുടെ മിററിൻ്റെ അവിടെ കയറിയിട്ട് ഒരു ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള മഞ്ഞക്കിളി ഇരിക്കുന്നു കൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ള കാണാൻ. അങ്ങനെ അതിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് കല്യാണരാമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ എപ്പോൾ വന്നാലും ഇരുന്ന് കാണുന്ന സിനിമയാണിത്. അത്ര എനിക്കിഷ്ടമുള്ള സിനിമ. അപ്പോൾ അത് അങ്ങനെ കണ്ടു. അപ്പോഴത്തേക്കും 2 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ എൻ്റെ അനിയത്തിയാണെങ്കിൽ സ്ക്രഞ്ചീസ്, ബോസ് അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ചോട്ടിൽ പോയി അവൾ എന്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ചുമ്മാ എൻ്റെ കയ്യിലിട്ട് നോക്കുകയാണ്. അവൾ ഫോട്ടോ ഒക്കെ ഉണ്ട് വെച്ചിരുന്നത്. പിന്നെ ഞാൻ സ്കിൻ കെയർ എന്നും പറഞ്ഞിട്ട് ഈ ഒരു ഫേസ് വാഷും പിന്നെ അലോവേറ ജെല്ലും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ, ബേസിക് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട്. ഫേസ് പാക്കൊന്നും ഇട്ടില്ല എന്ന്. പിന്നെ കുറച്ച് നേരം അങ്ങ് പഠിക്കാനിരുന്നു. ഇത് ഏതാ പഠിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്താണ് പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഫിസിക്സാണ്. അങ്ങനെ അത് പഠിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയായി. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയാണ് ഗായ്സിൻ്റെ പൊന്നോ. എനിക്ക് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഗൈസ്. എനിക്ക് മന്തിനേക്കാളും ഇഷ്ടം ബിരിയാണിയാണ്. അപ്പോൾ ഇന്ന് അതായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ത്വര വന്നു തുടങ്ങി ഗൈസ്. അടിപൊളിയാണ്. എനിക്ക് ഈ ബിരിയാണിക്ക് ഈ ഒരു തൈര് ഒഴിച്ചുള്ള സാലഡില്ല, അതില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് ഫേവറേറ്റാണ് കേട്ടോ ബീഫ് ബിരിയാണി. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു, നല്ല മസാലയൊക്കെ ഇട്ട്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആവണ്ടേ, ചുമ്മാ ലേസി ആയിരുന്ന പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിൽ എൻ്റെ സ്കിൻ കെയർ വെച്ചിരിക്കുന്ന അവിടെ ഭയങ്കര അലമ്പായിട്ട്. അപ്പോൾ പിന്നെ അത് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പേന അണിച്ചെന്നില്ലേ, എൻ്റെ സ്കിൻ കെയർ ബോക്സാണിത്. അത് ഞാൻ എൻ്റെ സകല സാധനങ്ങൾ വാരി വലിച്ച് അതിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ. ഇത് ഞാൻ സ്മിറ്റണിൽ വാങ്ങിച്ച കുറേ ഐറ്റംസാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൻ കെയർ എൻ്റെ ഉള്ളതെന്ന് കാണണമെങ്കിൽ ആ സ്മിറ്റൺ അൺബോക്സിങ് പോയി കണ്ടാൽ മതി. അതിൽ കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. അപ്പോൾ അത് പോയി കാണാത്തവരാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഒതുക്കിയപ്പോൾ സമാധാനമായി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പെന്നില്ലേ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് പെൻ, ഈ നട്രാജിൻ്റെ ഈ ഒരു ബ്ലൂ പെൻ. അത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ പേന ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പം വലിയ ഉപയോഗിക്കുന്ന പെന്നാണ് ഈ ഒരു അത്. ഞാൻ പണ്ട് ഇതിന് 3 രൂപയായിരുന്നു, ഇപ്പോൾ 4 രൂപ ഗൈസ്. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് പെൻ. അതൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ സ്കിൻ കെയറും ഒക്കെ ഇതേപോലത്തെ ഒരു ഇതിലാക്കി. പിന്നെ മറ്റേതിൽ പെന്ന്, പിന്നെ ഞാൻ ഈ പെൻ പാക്കറ്റിലാണ് വാങ്ങാം. ഓക്കെ, അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒതുക്കി കഴിയുമ്പോഴേക്കും എൻ്റെ ഷെൽഫ് പകുതി ക്ലീൻ ആയ പോലെ ആയിട്ടോ. ഇതിപ്പോൾ എന്ത് കാര്യം, ഇപ്പോൾ ഒതുക്കിയാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് അലമ്പായി പോകും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമല്ലേ, ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. അങ്ങനെ എന്തൊക്കെയോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യൂട്ട്നെസ് ഓവർലോഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഇവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം ആർക്കും ഇഷ്ടമില്ലാത്തത് അങ്ങനെ അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അതുകൊണ്ട് 2-3 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇതാണ് ഡ്രാഗൺ, നല്ല ഭംഗിയല്ലേ കാണാൻ, എന്തൊരു ബ്രൈറ്റ് ആയിട്ടുള്ള. പിന്നെ ഞാനത് സൺലൈറ്റിന് താഴ്ക്കൊണ്ട് വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടീനെ കേട്ടോ, അവളുടെ ഒരു അയറൂന്ന് വിളിക്കുക. അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഓൾ വന്ന പിന്നെ സമയം പകുതി പോകും. അങ്ങനെ ഓളായിട്ട് ഓരോ കഥയും പറഞ്ഞ് ഓളിങ്ങനെ കുറേ കാര്യം പറയും. എനിക്കത് മനസ്സിലാവില്ല, എന്നാൽ ഞാൻ അങ്ങ് തലാട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾ വന്നാൽ പിന്നെ നല്ല വൈബാണ് കേട്ടോ. അങ്ങനെ ഓളായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളോട് കുറേ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഫ്രീ ആയിരുന്നു, ഓളും ഫ്രീ ആയിരുന്നു. എനിക്ക് ക്ലാസ്സിലാത്തപ്പോഴാണ് ഇങ്ങനെ കാണാറും ഉണ്ടാർക്കുള്ളത്. അങ്ങനെ ഓളുടെ കൂടെ നടന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. എനിക്ക് സത്യം ഒന്നും മനസ്സിലാവണം, അവളുടെ ഭാഷയല്ല, അവർക്കല്ലേ അറിയൂ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കളിച്ചുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ നടക്കുകയാണ്.
അങ്ങനെ ഞങ്ങളിതാ കുറേ സ്നാപ്പിൽ കുറേ പിക്സും ഒക്കെ എടുത്തു. ഓൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കാൻ. ഓളുടെ വീട്ടിൽ അങ്ങനെ ആരും എടുത്തെടുക്കലൊന്നുമില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് ഓൾക്ക് നല്ല ഇഷ്ടമാണ് എന്നെപ്പോലെ കിടന്നാൽ ഞാനിങ്ങനെ കുറേ പിക്സ് എടുക്കുമല്ലോ. അപ്പോൾ ഓൾക്കും ഇഷ്ടമാണ് എന്നെപ്പോലെ കിടന്ന് കാണിക്കാൻ. അപ്പം അങ്ങനെ കുറേ നേരം എൻ്റെ സമയം പോയിട്ടുണ്ട്. ഒരു 4, 5, 5:30 അങ്ങനെയായിരുന്നു പണി. പിന്നെ ഞാൻ കയറി നിന്നിട്ട് എനിക്കിന്ന് സ്നാക്സിന് എന്താ ഈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ഇങ്ങനെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് കഴിക്കലുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം പഠിച്ചു. ഞാൻ കട്ടിലേലിരുന്നാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടായിരുന്നു. ഇത് പുതിയ വേർഷനിലെ ഗൈസ് അതുണ്ടായിരുന്നു. പിന്നെ ഡിന്നർ എന്താ തന്നെയായിരുന്നു, ബീഫ് ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് കഴിച്ചു രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടമായി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ബൈ ബൈ.